കലൂർ പാവക്കുളം മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് VHPയുടെ നേതൃത്വത്തിൽ ജനനി എന്ന മാതൃശക്തി സംഗമം നടന്നു. നമ്മോടൊപ്പമുള്ള വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ശ്രീമതി പ്രസന്ന ബാബുലയാണ്. പ്രസന്ന ചേച്ചി വിശ്വ പരിഷത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ എന്ന് ചുമതല വഹിക്കുന്നു. ഇവിടെ പാവക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് താമസിക്കുന്നത്. ദീർഘകാലമായി സന്നദ്ധ പ്രവർത്തനത്തിൽ സജീവമാണ്. വിശ്വ പരിഷത്തിന്റെ വിവിധ ചുമതലകൾ വഹിച്ചു വരുന്നു. നമ്മുടെ യുവപ്രചരണം നടത്തിയ നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നത് ഡോക്ടർ അഞ്ജലി S. മഹാരാജ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും HODയുമാണ്. അതോടൊപ്പം ഹിന്ദി ലിറ്ററേച്ചറിൽ PhD ഉണ്ട്. MA MPhil ബിരുദധാരിയാണ്. എഴുത്തുകാരി, വിവർത്തക എന്ന നിലയിൽ വളരെയധികം പ്രശസ്തയാണ് അഞ്ജലി. മറ്റൊന്ന് V. ശ്രീകുമാർ. നമ്മുടെ ആദരണീയ ജില്ലാ അധ്യക്ഷനാണ്. ഒപ്പം സംസ്ഥാനത്തിന്റെ ജോലി വൃക്ഷം എന്ന ചുമതല കൂടി വഹിക്കുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ഉപാധ്യക്ഷ പ്രസന്ന ബാഹുലേയൻ അധ്യക്ഷനായ പരിപാടിയിൽ എഴുത്തുകാരിയും മഹാരാജാസ് കോളേജ് HODയുമായ ഡോക്ടർ അഞ്ജലി S. ഉദ്ഘാടന പ്രസംഗം നടത്തി. VHP ജില്ലാ അധ്യക്ഷൻ V. ശ്രീകുമാർ, ജില്ലാ സെക്രട്ടറി KP ജയേഷ്, വിഭാഗ് സെക്രട്ടറി സജീവൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പ്രശാന്ത് വർമ്മ, മുരളീകൃഷ്ണൻ, ബജ്രംഗ് ദൾ ജില്ലാ കൺവീനർ മനു എറണാകുളം എന്നിവർ നേതൃത്വം നൽകി. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി നടന്ന കൗൺസിലിംഗിൽ നിരവധി സ്ത്രീകളും പെൺകുട്ടികളും പങ്കെടുത്തു. നമുക്കറിയാം, കൊച്ചി മഹാനഗരം എന്ന ജില്ലയുടെ സ്ത്രീ ശക്തി സംഗമമാണ്. ശരിക്കും അമ്മമാരുടെ ശക്തി തെളിയിക്കുന്ന ഒരു സംഗമമാണ് നമ്മൾ നടത്തുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയുടെ പര്യായമാണ് സ്ത്രീ, ദുർഗയുടെ പര്യായമാണ് സ്ത്രീ. ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഡോക്ടർ അഞ്ജലി S. സ്ത്രീകൾ അബല എന്ന് പറയുന്നത് തെറ്റാണെന്നും അവർ യഥാർത്ഥ ശക്തി സ്രോതസ് ആണെന്നും ഉദാഹരണ സഹിതം വ്യാഖ്യാനിക്കുകയുണ്ടായി. സത്യത്തിൽ ജനനി എന്ന് പറഞ്ഞാൽ ജന്മം നൽകുന്നവൾ. ഈശ്വരൻ തന്റെ സൃഷ്ടിക്കുള്ള ശക്തി മുഴുവൻ സ്വാംശീകരിച്ച് കൊടുത്തിരിക്കുന്നത് സ്ത്രീയിലേക്കാണ്. പക്ഷെ നമ്മൾ എപ്പോഴും കുറെ കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹം സ്ത്രീയെ പറ്റി പറയുന്നത് അബല, അല്ലെ? സ്ത്രീ കുട്ടികളുടെ പര്യായം പഠിക്കുമ്പോ അബല എന്നാണ് പഠിക്കുന്നത്. വീക്കർ സെക്സ് അങ്ങനെ പറഞ്ഞ സ്ത്രീകളെ ഒന്ന് മാറ്റി വെക്കും. കാരണം സ്ത്രീ ഒരു വികാര ജീവിയാണ്. എന്തെങ്കിലും പറഞ്ഞ അപ്പൊ കരയും. അതൊന്നും തന്നെ ചെയ്യാൻ അറിയില്ല. പിൻബുദ്ധി ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങള് നമ്മളുടെ തലകളിൽ കാലങ്ങളായി നമ്മുടെ മസ്തിഷ്കത്തിൽ അടിച്ചേൽപ്പിച്ച് തന്നിട്ടുണ്ട്. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അനൂപ് കുമാർ KV നയിച്ച കൗൺസിലിംഗ് കഥകളിലൂടെയും ഗാനങ്ങളിലൂടെയും വനിതാ ശാക്തീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അത് എങ്ങനെ സാധ്യമാക്കാമെന്നതിനെക്കുറിച്ചും വ്യക്തമായ സന്ദേശം നൽകി. ഓടുന്നത് 60 കിലോമീറ്ററാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ചീത്ത മാനിനെ അനായാസനെ പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ മാന് വേഗത ഉണ്ടെങ്കിലും ഓടുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അവൻ തിരിഞ്ഞു നോക്കും മറ്റെല്ലാവും വരുന്നുണ്ടോന്ന്. കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കഴിവുണ്ടെങ്കിലും ആത്മവിശ്വാസം ഇല്ലെങ്കിൽ വിജയിക്കാനാവില്ലെന്ന് മാൻ നമ്മളെ പഠിപ്പിച്ചതിനുണ്ട്. വേഗത മാനാണ്, ശക്തി ആനൊക്കെയാണ്, ബുദ്ധി കുറക്കാനായിട്ടും എന്തുകൊണ്ട് സിംഹത്തെ രാജാവാക്കി? സിംഹത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യനോ മൃഗങ്ങൾക്കോ ഒന്നുമില്ലാത്തൊരു പ്രത്യേകത. എന്താണത്? എന്താണ് സിംഹത്തിന് മാത്രമുള്ള പ്രത്യേകത? എന്തായിരിക്കും? എന്താണ്? ഗർജനമൊന്നുമല്ല. സിംഹത്തിനുള്ള പ്രത്യേകത സ്ഥിരോത്സാഹമുള്ള ഒരു മൃഗമുള്ളൂ സിംഹം മാത്രമാണ്. നമുക്കൊക്കെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കിട്ടിയാലേ അത് പ്രവർത്തിക്കും. പക്ഷെ സിംഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. സ്വയം ഉത്തേജിക്കപ്പെടും. അങ്ങനെയില്ല. നമുക്കൊരു സാധനം കിട്ടുന്നവരെയുള്ള ആവേശമുള്ളൂ. പണ്ട് കൊച്ചിലേക്ക് ഒരു സൈക്കിൾ വാങ്ങി കിട്ടാൻ എത്ര ആഗ്രഹിച്ചു. കിട്ടിയതിന് ശേഷം എന്തൊക്കെയായിരുന്നു? അംഗം തൂക്കുന്നു, തുടയ്ക്കുന്നു, ബെഡ്റൂമിൽ തൂക്കിയിടുന്നു. ഒരാഴ്ച കഴിഞ്ഞത് വരാന്ത കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കിട്ടുന്ന ഒരാൾ ആവേശം നമുക്കുണ്ടാവുള്ളൂ. പ്രേമിച്ച് നടക്കുമ്പോൾ കിട്ടുന്ന ആവേശം കെട്ടിക്കഴിഞ്ഞാൽ കിട്ടുമോ? എനിക്കറിയില്ല. കിട്ടിയവർക്കും അത് മനസ്സിലാവും. അപ്പോൾ സ്ഥിരോത്സാഹം എന്നുള്ളത് ആർക്കില്ല, ഒരു ജീവിക്കില്ല. ഉള്ളത് ആർക്ക് മാത്രം? സിംഹത്തിന് മാത്രം. അതുകൊണ്ട് സിംഹത്തെ രാജാവാക്കി, രാജാവായ സിംഹം എല്ലാ മൃഗങ്ങളെയും വിളിച്ചു വരുത്തി പറയുന്നു, നാളെ എല്ലാവരും എൻ്റെ മുൻപിൽ വരണം. പക്ഷെ മുൻപിൽ വരുമ്പോൾ ഒരു കഥ പഠിച്ചിട്ടേ വരാവുള്ളൂ. കഥയിൽ നല്ല തമാശ ഉണ്ടാണ്. തമാശയുള്ള കഥ കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കും. പക്ഷെ സദസ്സിലിരുന്ന് ആരെങ്കിലും ഒരാൾ ചിരിച്ചില്ലെങ്കിൽ കഥ പറയുന്ന ആളുടെ കഥയും കഴിയും. അപ്പോൾ എല്ലാവർക്കും ടെൻഷനായി. രാജാവ് പറഞ്ഞത് ചെയ്യാതിരിക്കാനാവില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് സച്ച ഭാരത്. Please subscribe.